അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബാഹിസിൻ്റെ റിവ്യൂ റൂമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകം എന്നത് പുത്തരിച്ചോർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കവിതാ സമാഹരണ പുസ്തകമാണ്. സൃഷ്ടിപഥം പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന 130ഓളം വില വരുന്ന ഒരു ചെറിയൊരു കവിതാ സമാഹരണ പുസ്തകമാണ് പുത്തരിച്ചോർ എന്നത്. പാലക്കാട് ജില്ലയിലെ വെല്ലപ്പുഴ പ്രദേശത്ത് താമസിക്കുന്ന ഒരു യുവ എഴുത്തുകാരിയുടെ ഒരു ചെറിയൊരു പുസ്തകമാണ് പുത്തരിച്ചോർ എന്നത്. ഈ ഒരു പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു ഭാഷയിലാണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊരു പുതിയൊരു എഴുത്തുകാരനും എഴുത്തിലേക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു പുസ്തകമായാണ് ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത്. അത്രക്കും മനോഹരമായ ഒരു രൂപത്തിലാണ് ഈ ഒരു പുസ്തകത്തെ കവി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഏഴഴകുള്ള വാനത്തിലേക്ക് ഉള്ള ഒരു കുതിച്ചുചാട്ടമാണ് ഈ ഒരു പുസ്തകത്തിലെ കവിതകൾ. അറിവുകളെ ചുരുക്കിവെച്ച് ഒരു പുസ്തകത്തിൻ്റെ താളുകളിൽ ചുരുക്കി വച്ചിരിക്കുകയാണ് ഇതിൻ്റെ കവിയത്രി. ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് തന്നെ കവിയുടെ അനുഭവങ്ങളെക്കുറിച്ചും പഴയ കാലത്തെ ഓരോ സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു കവിയത്രി പുസ്തകത്തിലൂടെ കവിത രൂപത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുപോലെയുള്ള വളരെ രസകരമായ കവിതകളാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. കവിയത്രിയുടെ ഓർമ്മകൾ മാത്രമല്ല ഇതിലുള്ളത്, മറിച്ച് മറ്റു അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും കവിയത്രി ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് ഒരു കവിതയായി നമ്മിലേക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കവിത എന്നത് കേൾക്കാത്തൊരെണ്ണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നാട്ടുകൂട്ടങ്ങൾ സ്വറ പറയും ആൽമരച്ചോടുകൾ ശൂന്യമല്ലോ, കാലം മായ്ച്ചിടുമീ ചിത്രങ്ങളെ, കാണുമോ നാം ഇനി ഒന്നുകൂടി. ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെയേറെ കൗതുകം തോന്നി. കാരണം പഴയ കാലങ്ങളെക്കുറിച്ചും പഴയ കാലത്തിൽ നടന്ന ഓരോ സംഭവങ്ങളെയൊക്കെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിലാണ് കവിയത്രി ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതും ചെയ്യുന്നത്. ഞാൻ ഇഷ്ടപ്പെട്ട ഈ ഒരു ഭാഗം എന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇതുപോലെയുള്ള ഒട്ടനവധി രസകരമായ കവിതകളാണ് ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുക. ഏതൊരു പുതിയൊരു എഴുത്തുകാരനും പുതിയ എഴുത്തിലേക്ക് കവിത എഴുതുന്ന ആ ഒരു മേഖലകളിലേക്ക് അവയെ പ്രൊമോട്ട് ചെയ്യും എന്ന് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത്രക്കും മനോഹരമായ രൂപത്തിലാണ് കവിയത്രി ഈ ഒരു പുസ്തകത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നുകാലത്തെ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു പുസ്തകം വായിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.